ചിക്കനോ ബീഫോ ഫിഷോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കിഡിലും ടേസ്റ്റിൽ സോയാബീൻ വെച്ചിട്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കാം കേട്ടോ. സിമ്പിളായിട്ട് ആർക്കും തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കണ്ടു നോക്കട്ടെ. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒരു ഹേട്ടെങ്കിലും കമൻറ്റ് ആയിട്ട് ചെയ്യണേ. ഡിന്നറിനും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് സോയാബീൻ ഒന്ന് തിളച്ച വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഗ്യാസിലോട്ട് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ അങ്ങനെ തിളച്ച് എന്താ പറയുക, അങ്ങനെ ആവണ്ട, ആ ഒരു ബബിൾസൊക്കെ വരൂലേ, വെള്ളം നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ആ ഒരു ബബിൾസൊക്കെ വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് സോയാബീൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു വലിയ കപ്പിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നോർമലായിട്ടുള്ള കപ്പാണെങ്കിലും 1.5 കപ്പൊക്കെ ഉണ്ടാവേ. ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വരെയെങ്കിലും അങ്ങനെ കുതിർക്കാൻ വേണ്ടി വെക്കുക. കാരണം കൂടുതൽ അങ്ങനെ വെക്കണ്ട, പെട്ടെന്ന് പൊടിഞ്ഞു പോവും. അത് നിങ്ങൾ നോക്കാം, നല്ലപോലെ ഒന്ന് സോക്കായി വന്നിട്ടുണ്ടെങ്കിൽ അത്രയും മതി കേട്ടോ. എന്നിട്ട് ഇത് നമുക്കൊരു സ്റ്റെയിനറിലോട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് വാഷ് ചെയ്തിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പം ഈ സോയാബീൻ നിങ്ങൾക്കറിയാലോ, ഒരു യെല്ലോ കളറിലുള്ള, നമ്മൾ എത്ര കഴുകിയാലും ആ ഒരു വെള്ളത്തിൻ്റെ കളറ് ആ ഒരു യെല്ലോ കളറായിട്ടാണ് ഉണ്ടാവുക. അപ്പം നല്ലപോലെ തന്നെ പിഴിഞ്ഞെടുത്തിട്ട് ഒരു 3-4 പ്രാവശ്യമെങ്കിലും വെള്ളത്തിൽ എന്താ പറയുക കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ലപോലെ ഒന്ന് വൃത്തിയായി കിട്ടുക. അല്ലെങ്കിൽ ആ ഒരു സോയാബീൻ്റെ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് വരും. എന്തായാലും ഒരു പച്ച ടേസ്റ്റില്ലേ അത് വരും. അതില്ലാതിരിക്കണമെങ്കിൽ ഇതുപോലെ നല്ലപോലെ തന്നെ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിതാ നല്ലപോലെ ഒന്ന് കഴുകി വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ചിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിതിൽ കാണാൻ വേണ്ടി പറ്റും, ഇത് ഞാൻ 2-3 പ്രാവശ്യം ചെയ്തപ്പോഴും ഈ ഒരു വെള്ളത്തിൻ്റെ കളർ ഇതേ കണ്ടില്ലേ, ഈ ഒരു കളറിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു വെള്ളം നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്ന വരെ അതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 3-4 പ്രാവശ്യം അങ്ങനെ ചെയ്തതിന് ശേഷമാണ് ആ ഒരു വെള്ളം നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നമ്മൾ സോയാബീൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഇതുപോലെ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മറ്റുള്ള ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ചിലർക്ക് അതായിരിക്കും ഇഷ്ടമില്ലാത്തത്. അപ്പോൾ അത് വെള്ളം നല്ല ക്ലിയർ ആവുന്ന വരെ ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഈ വൃത്തിയാക്കി വെച്ച സോയാബീൻ ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ നിറച്ചെണ്ണ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകില്ലേ അതിൻ്റെ പൗഡറും 1 ടീസ്പൂൺ തന്നെ ഗരം മസാല പൗഡർ, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. സ്പൂണോടെ തന്നെ മിക്സ് ചെയ്യണമെന്നില്ല, കൈ വെച്ചിട്ടാകുമ്പോൾ എല്ലാ ഭാഗത്തും നല്ല പോലെ എന്താ പറയുക ആവാട്ട ഈ മസാലയൊക്കെ. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നല്ല പോലെ നമ്മളൊന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ ആ ഒരു മസാല പിടിച്ചോളും. കാരണം കുറച്ച് നനവുള്ളതല്ലേ സോയാബീൻ, നമ്മൾ എത്ര പിഴിഞ്ഞെന്ന് പറഞ്ഞാലും ചെറിയ നനവുണ്ടാവുമല്ലോ. ഇനി നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു അരമണിക്കൂർ അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ആ ടൈമിൽ നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് 1 പിടി നിറച്ചെണ്ണ മല്ലിയിലയും അതുപോലെ കൈപ്പിടി നിറച്ച് പുതിനയിലയും പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനൊരു 10-12 അല്ലി വെളുത്തുള്ളി, ഞാനിത് ചെറിയ അല്ലിയായതുകൊണ്ട് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. നിങ്ങളതിൽ കുറച്ച് വലുതാണെങ്കിൽ 8 മതിയാവുമായിരിക്കും. പിന്നെ 1 ഇഞ്ചൊക്കെ വലുപ്പത്തിൽ ഇഞ്ചിയും 2-3 പച്ചമുളക്, അതൊക്കെ നിങ്ങൾ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കൂടുതൽ തന്നെ കാഷ്യൂ ഇല്ലേ, അണ്ടിപ്പരിപ്പ്, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ ഒരു 8-10 അങ്ങനെ ചേർത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ സ്പൂൺ തന്നെ തൈര്, കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക. ഞാൻ കൂടുതൽ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല പുളിയുള്ള തൈര് എടുക്കണ്ട, ഞാനിവിടെ അത്ര പുളിയില്ലാത്ത തൈരാട്ടോ എടുത്തിട്ടുള്ളത്, മിൽക്കി മിസ്റ്റിൻ്റെ. ഇനി ഇതൊക്കെ കൂടിയിട്ട് നല്ല പോലെ പേസ്റ്റ് ആവുന്ന വരെ അരച്ചിട്ടെടുക്കാം. ഇനി ഞാനിവിടെ ഒരു 1.5 മുറി ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു പാന് അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ അല്ല കേട്ടോ, ഞാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമ്മൾ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. ഒരു കുറച്ച് 2-3 ഗ്രാമ്പൂ, ഒരു 2 ഏലക്ക, ചെറിയ പീസ് പട്ട, അതുപോലെ ചെറിയൊരു ബേ ലീഫ്, ഇതൊക്കെ ഇട്ടിട്ടൊന്ന് മൂത്തി വരുമ്പം ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സവാള ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഒരു സവാള നല്ല പോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്യൂലേ, അത്രയും ആവണ്ട, എന്നാലും കുറച്ചൊക്കെ ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കുക. ആ ഒരു കളറൊക്കെ മാറിയിട്ട് നല്ല പൊരിഞ്ഞ് വരുന്ന ആ ഒരു ടൈം. അങ്ങനെ ആയിക്കഴിയുമ്പം ഇതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു സോയാബീൻ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ എല്ലാം കൂടി വീണ്ടും നല്ല പോലെ ആ ഒരു ഓയിലും ആ ഒരു ഉള്ളിൻ്റെ അതിലൊക്കെ കിടന്നിട്ട് ഈ ഒരു സോയാബീൻ നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. കുറച്ച് ടൈം തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരുന്നു, കുറച്ച് ആ ഒരു വെള്ളമൊക്കെ വറ്റുന്ന വരെ നല്ല പോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം.
അപ്പോൾ അത് കുറച്ച് ക്ഷമയോടെ കൂടി എന്തായാലും ചെയ്തോ. അപ്പോഴാണ് ആ ഒരു എന്താ പറയുക സോയാബീനൊക്കെ റോസ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ നമ്മൾ എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാർ കഴുകിയിട്ട് ഒരു കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് കുതിർന്ന് വരുമല്ലോ. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കുമ്പം എന്തായാലും ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കാട്ടോ. അല്ലെങ്കിൽ ഒരു പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് അത്ര നന്നാവില്ല, എന്താ പറയുക പച്ച ചൊവ്വ വരും. അപ്പോൾ എന്തായാലും ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഇതാണ് കേട്ടോ, ഇതൊക്കെ ചേർത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഞാൻ കുറച്ച് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീമില്ലേ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് കട്ടിയായപ്പോൾ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് ഒഴിച്ച് തന്നിട്ട് അപ്പോൾ കുറച്ച് ലൂസായി പോയിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, എന്തായാലും കറി കുറച്ച് ലൂസ് വേണ്ടത് തന്നെയല്ലേ. അപ്പം അങ്ങനെ അതും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, നല്ല ഫ്ലേവറും ഉണ്ടാവും. പിന്നെ ഇതിൽ ലാസ്റ്റ് എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയില്ലേ അത് ചേർത്ത് കൊടുക്കുക. അതെന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഞാനിതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കോംബോ ആയിട്ട് ഞാൻ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ ചപ്പാത്തിൻ്റെയും പൂരിൻ്റെ ഒക്കെ കൂടെ ആയിരിക്കും കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എനിക്ക് ഏറ്റവും എന്താ പറയുക ഈ ഒരു വെജിറ്റബിൾസിനും ഇങ്ങനെയുള്ള കറിക്കൊക്കെ ഞാൻ എന്തായാലും ചപ്പാത്തിയാണ് ഉണ്ടാക്കൽ. പൊറോട്ടൻ്റെ കൂടിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു 2 ചപ്പാത്തി അങ്ങനെ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ഇതുപോലെ ഗീയൊക്കെ ആക്കിയിട്ടുള്ള ചപ്പാത്തിയൊക്കെ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, നല്ല അടിപൊളിയാണ്. നമുക്കിപ്പം ബീഫോ ചിക്കനോ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ പെട്ടെന്ന് തീർന്നു പോയില്ല എന്ന് വിചാരിച്ചിട്ട് ടെൻഷനൊന്നും ആവണ്ട, ഈ ഒരു കറി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. നല്ല തിക്കായിട്ടുള്ള നല്ലൊരു ഗ്രേവിയാണ്. നമ്മൾ കാഷ്യൊക്കെ ചേർത്തതല്ലേ, അതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ് കേട്ടോ. നമ്മൾ ഹരിയാലി ചിക്കനൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അപ്പോൾ നമ്മൾ ചിക്കൻ്റെ പകരം സോയാബീൻ ചേർക്കുന്നത് അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, ഇഷ്ടമാവാണ്ടിരിക്കൂല. അപ്പം ഇഷ്ടമാവാന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, കഴിഞ്ഞ വീഡിയോയിൽ കുറേ ആൾ ചോദിക്കുന്നുണ്ട് അതിന് എന്താ ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ നല്ല ബിസിയാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ആ ഒരു തിരക്കിലായിരുന്നു ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാനും ഒന്നിനും ടൈം കിട്ടുന്നില്ല. ഇൻഷാ അല്ലാ ഇനി എല്ലാം പഴയ പോലെ വീഡിയോസൊക്കെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. പേഴ്സണലി ഒരു പരിചയമില്ലെങ്കിലും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് മാത്രം നമ്മളെ കാണാതിരിക്കുമ്പോൾ അന്വേഷിക്കാനും അതുപോലെ തന്നെ നമ്മളെ വിശേഷങ്ങളൊക്കെ ചോദിക്കാനും ഒരു കുറച്ച് പേരെങ്കിലും, ഒരു 3-4 ആൾക്കാരെങ്കിലും ഉണ്ടെന്ന് അറിയുമ്പം ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഇനിയും വീഡിയോസൊക്കെ കാണാം. നിങ്ങളെ സ്നേഹവും സപ്പോർട്ടൊക്കെ ഇനിയും ഉണ്ടാവാം. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെയും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.